അപ്പോൾ ഞാനും ഇതാണ്ട സായന്തും കൂടെ ഒരു മൂട്ടിമരം നിൽപ്പുണ്ട് അപ്പുറത്ത്. അതിൻ്റെ മൂട്ടിലേക്ക് പോവുകയാണ്. ഇത് നേരത്തെ പറിച്ചതാണ്. അപ്പോൾ നമ്മളിതാ മൂട്ടിമരത്തിൻ്റെ മൂട്ടിൽ പോയിട്ട് കുറച്ച് മൂട്ടിപ്പഴം ടേസ്റ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ സായന്തേ പോയാലോ? പോവാം വാ. ഇവിടെയാണ് കേട്ടോ മൂട്ടിമരം നിൽക്കുന്നത്. അപ്പോൾ സായന്തേ ഇവിടെ അല്ലേ നമ്മുടെ മൂട്ടി? ഇവിടെ തന്നെ. അതാ സംഭവം. മൂട്ടിമരത്തിൻ്റെ പഴം എന്താ ഇവിടെ മൊത്തം ഇങ്ങനെ പഴുത്ത് കിടക്കുകയാണ്. ഒരു രക്ഷയില്ല കേട്ടോ. പിന്നെ ഇത് മൊത്തത്തിൽ മരത്തിൻ്റെ പൊടിയും കാര്യങ്ങളൊക്കെ ഈ ഒരു മൂട്ടിമരത്തിലുണ്ട്. അതാണ് ഇങ്ങനെ ചെറുതായിട്ട് ഇടയ്ക്കൊക്കെ ഇങ്ങനെ കറുകറാക്കിയിരിക്കുന്നത്. ഗൈസ് ഇവിടെ ഒരുപാട് മൂട്ടിപ്പഴം ഉണ്ട്. അപ്പോൾ എല്ലാം നല്ലതൊന്നുമല്ല, കേടൊക്കെ ഉള്ളതുണ്ട്. ഇതെല്ലാം മരത്തിന്റെ ചെറിയ പൊടികളൊക്കെയാണ്, പക്ഷേ സാധനം സെറ്റ് ആയിരിക്കും നമുക്ക് തോന്നുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അപ്പം കുറേ മൂട്ടിപ്പഴം ഉണ്ട് കേട്ടോ ഇതിനകത്ത്. അപ്പോൾ ഞാനിങ്ങനെ പതിയെ ഇതിനകത്ത് ഇളക്കി നോക്കുകയാണ്. നല്ലതെന്ന് പറയുന്നത് ഇങ്ങനെ കുരുവൊന്നും കാണത്തില്ല സാധാരണ. ഇതൊക്കെ നല്ല പഴമാണ്. 5-6 പഴം ഇതിനകത്ത് നിന്ന് എടുക്കണം. ഓക്കെ, അപ്പോൾ കുറച്ച് എടുത്തിട്ടുണ്ട്. എന്തായാലും ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ ഈ ഒരു മൂട്ടിപ്പഴം കടിച്ചു നോക്കാൻ പോവുകയാണ്. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഓക്കെ ഗൈസ്, കണ്ടോ ഇത്രയും നല്ല ഫ്രൂട്ടാണ് കേട്ടോ. ഇത് കണ്ട ഞാൻ കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. നല്ല മധുരം കേട്ടോ, ഇത് നല്ല മധുരമുണ്ട്. നല്ല മധുരം ഇവിടെ മഴ ആയതുകൊണ്ടായിരിക്കും. മഴയാകുമ്പോൾ സാധാരണ മധുരം കാണാത്തതാണ്, പക്ഷെ വെട്ടി കേട്ടോ സാധനം. ഒരു രക്ഷയില്ല, അടിപൊളി. ഞാൻ ഇതിൽ നിന്നെടുത്ത് ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. എങ്ങനെയുണ്ട്? സെറ്റ് നല്ല മധുരമുണ്ട്.